ഹലോ സുഹൃത്ത്, നമസ്കാരം. കോമ്പറ്റീഷൻസ് എവിടെയുമുണ്ട്. പക്ഷേ കോമ്പറ്റീഷനിൽ അതിജീവിക്കുക, അതിൽ പവർഫുൾ ആയിട്ട് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് വരിക, അതാണ് നമ്മുടെ കഴിവ്. അപ്പം അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കോമ്പറ്റീഷനിലും ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. സോ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജേഡീസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് മാർച്ച് 27 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ഡെവലപ്സ് ഇറ്റ്സ് ഫസ്റ്റ് ഇൻഡിജിനസ് MRI മെഷീൻ. ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി MRI മെഷീൻ വികസിപ്പിച്ചെടുത്തു. MRI നമുക്കറിയാമല്ലേ, MRI സ്കാൻ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. MRI സ്കാൻ എന്നെല്ലാം. ഇപ്പം MRI എന്ന് പറയുമ്പോൾ എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ് MRIയുടെ ഫുൾ ഫോം. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ഇന്ത്യ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒന്നാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഒക്ടോബറോടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ തദ്ദേശീയ MRI സ്കാനർ എവിടെ സ്ഥാപിക്കും? എയിംസ്, ഡൽഹി. ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് MRI സ്കാനർ. ഇത് വരുന്ന ഒക്ടോബറോടുകൂടി ഇന്ത്യ ആദ്യമായിട്ട് എയിംസിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഡൽഹിയിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ആദ്യത്തെ MRI സ്കാനർ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആ ഒരു സ്കാനർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതിലൂടെ തന്നെ ഏതാണ്ട് 50% ഫീ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് അവകാശപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഏത് കമ്പനിയാണ് ആദ്യത്തെ തദ്ദേശീയ MRI സ്കാനർ വികസിപ്പിച്ചെടുത്തത്? സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആൻഡ് റിസർച്ച്, സമീർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ MRI സ്കാനർ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. സമീർ എന്നൊരു ഓർഗനൈസേഷൻ ആണ്. സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഏത് മന്ത്രാലയത്തിൻ്റെ ഗവേഷണ വികസന വിഭാഗമാണ്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു R&D വിങ്, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ആണ് സമീർ. സമീർ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് MRI സ്കാനർ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? IIT മുംബൈ ക്യാമ്പസ്, പോവൈ. മഹാരാഷ്ട്രയിലുള്ള പോവയിൽ IIT മുംബൈ ക്യാമ്പസിലാണ് സമീർ എന്ന് പറയപ്പെടുന്ന സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കീഴിൽ വരുന്ന ഒന്നാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യൻ ആർമി സെറ്റ് ടു അപ്ഗ്രേഡ് ഇറ്റ്സ് ആർട്ടിലറി. ഇന്ത്യൻ സൈന്യം പീരങ്കികൾ നവീകരിക്കാൻ ഒരുങ്ങുന്നു. ദി ആർട്ടിലറി ഗൺസ് ഇത് ഇന്ത്യൻ സൈന്യം നവീകരിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പീരങ്കി ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഭാരത് ഫോർജും ടാറ്റ അഡ്വാൻസ് സിസ്റ്റവും തമ്മിൽ എത്ര തുകയ്ക്ക് ഒരു കരാറിൽ MOD ഒപ്പുവെച്ചു? 6900 കോടി രൂപ. MOD എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കരാർ ആണ്. അതായത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയുള്ള ഒരു കരാർ. 6900 കോടി രൂപയുടെ ഒരു കരാർ ആണ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റവും ഭാരത് ഫോർജ് എന്ന 2 കമ്പനിയായിട്ടുള്ള ഒരു കരാർ. ഇത് ആർട്ടിലറി അതായത് ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇന്ത്യൻ ആർമി പവർഫുൾ ആക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ്. ഏതൊക്കെ 2 കമ്പനികൾക്കിടയിലാണ് 6900 കോടി രൂപയുമായി പീരങ്കി ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാർ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചത്? ഭാരത് ഫോർജും ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും. 6900 കോടി രൂപയ്ക്കാണ് പീരങ്കി ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരാറിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അത് ഒപ്പുവെച്ചിട്ടുള്ളത്. ഭാരത് ഫോർജ്, ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ഇത് രണ്ടും ഇന്ത്യയിലെ വൻ ഡിഫൻസ് ബന്ധപ്പെട്ട 2 കമ്പനികളാണ്. 155 mm 52 കാലിബർ അഡ്വാൻസ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റവും ഹൈ മൊബിലിറ്റി വെഹിക്കിൾ 6x6 ഗൺ ടോവിംഗ് വെഹിക്കിളുകളും ആരാണ് നിർമ്മിക്കുന്നത്? ഭാരത് ഫോർജ് ലിമിറ്റഡ് ആൻഡ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ്. 2 തരത്തിലുള്ള, അതായത് പീരങ്കി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള ഗൺസ് ആണ്. അതായത് 155 mm 52 കാലിബർ അഡ്വാൻസ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റവും ഹൈ മൊബിലിറ്റി വെഹിക്കിൾ ഗൺ ടോവിംഗ് വെഹിക്കിൾസ്, ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ ടാറ്റ അഡ്വാൻസ് സിസ്റ്റവും ഭാരത് ഫോർജ് ലിമിറ്റഡ് നിർമ്മിക്കാൻ പോകുന്നത്. സ്പോർട്സായി ബന്ധപ്പെട്ട ഒരു ഹെഡിംഗ് ആണ്: ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് സുനിൽ കുമാർ വിൻസ് ബ്രോൺസ് മെഡൽ. ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് സുനിൽ കുമാർ വെങ്കല മെഡൽ.
നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 87 കിലോഗ്രാം ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യയിൽ നിന്ന് ആരാണ്? സുനിൽകുമാർ. ഇന്ത്യയിലെ പ്രൊഫഷണൽ റെസ്ലറാണ് സുനിൽകുമാർ. ഇദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗ്രീക്കോ റോമൻ എന്ന കാറ്റഗറിയിൽ, അതായത് 87 കിലോഗ്രാം ഗ്രീക്കോ റോമൻ എന്ന കാറ്റഗറിയിൽ ബ്രോൺസ് നേടിയിട്ടുള്ളത്. ഇപ്പോഴും മത്സരം ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നത്? അമ്മാൻ, ജോർഡാൻ. ജോർഡാനിലെ അമ്മാൻ എന്ന സ്ഥലത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. ജോർഡാൻ എന്നതൊരു അറബ് രാജ്യമാണ്. ഏഷ്യൻ വൻകരയിലെ ഒരു ഭാഗമായിട്ടുള്ള ഒരു രാജ്യമാണ് ജോർഡാൻ. ജോർഡാന്റെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ സൗദി അറേബ്യ, ഇറാഖ്, സിറിയ എന്നിവയെല്ലാം പെടുന്നു. ക്യാപിറ്റൽ ആണ് അമ്മാൻ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, പ്രൈം മിനിസ്റ്റർ മോദി വിൽ ഇനോഗ്രേറ്റ് ദി ന്യൂ പാമ്പൻ റെയിൽ ബ്രിഡ്ജ്. പുതിയ പാമ്പൻ റെയിൽ പാലം പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും. നമ്മൾ വളരെ കാലമായിട്ട് കേൾക്കുന്ന ഒന്നാണ് പാമ്പൻ ബ്രിഡ്ജ്. ഇതിപ്പോൾ അതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിലാണ് അതിന്റെ ഉദ്ഘാടനം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. രാംനാഥ്പുരത്തെ രാമേശ്വരം ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാമ്പൻ റെയിൽ പാലം ഏത് തീയതിയിലാണ് ഉദ്ഘാടനം ചെയ്യുക? 2025 ഏപ്രിൽ 6. വരാൻ പോകുന്ന ഏപ്രിൽ 6 തീയതിയാണ് രാംനാഥ്പുരത്തെ, തമിഴ്നാട്ടിലുള്ള രാംനാഥ്പുരത്തെ രാമേശ്വരം ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പാലം. ആ പാലത്തിന്റെ പേരാണ് പാമ്പൻ റെയിൽ ബ്രിഡ്ജ്. ഇതിന്റെ ഉദ്ഘാടനമാണ് ഏപ്രിൽ 6 തീയതി. രാംനാഥ്പുരത്തെ രാമേശ്വരം ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാമ്പൻ റെയിൽ പാലം 2025 ഏപ്രിൽ 6 ആരാണ് ഉദ്ഘാടനം ചെയ്യുക? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് വരാൻ പോകുന്ന ഏപ്രിൽ 6 തീയതി പാമ്പൻ റെയിൽ ബ്രിഡ്ജ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇത് തമിഴ്നാട്ടിലുള്ള രാമേശ്വരം, രാംനാഥ്പുരം ഇത് രണ്ടുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലംബ റെയിൽ പാലത്തിന്റെ പേരെന്താണ്? പാമ്പൻ റെയിൽ പാലം. അതായത് വേർട്ടിക്കൽ ആയിട്ട് ഉയരുന്ന ഒരു പാലം. ആ പാലം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഇത് പാമ്പൻ റെയിൽ പാലമാണ്. ഇതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഏപ്രിൽ 6 തീയതി. ഇന്ത്യയിലെ ആദ്യത്തെ ലംബ റെയിൽ പാലത്തിന്റെ പേരെന്താണ്? പാമ്പൻ റെയിൽ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വേർട്ടിക്കൽ റെയിൽവേ ബ്രിഡ്ജ് ഇതാണ്, പാമ്പൻ റെയിൽ ബ്രിഡ്ജ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അതായത് കപ്പലെല്ലാം പോകുമ്പോൾ ആ പാലം രണ്ടായിട്ട് മാറുകയും ഇതേപോലൊരു പാലം ഇന്ത്യയിൽ ആദ്യത്തെ ഒരു പാലമാണ്. വേർട്ടിക്കൽ റെയിൽ ബ്രിഡ്ജ് ആണ് പാമ്പൻ റെയിൽ ബ്രിഡ്ജ്. പുതിയ പാമ്പൻ റെയിൽ പാലത്തിന്റെ ദൂരം എന്താണ്? 2070 മീറ്റർ, 6790 ഫീറ്റ്. 2070 മീറ്റർ ആണ് ഈ പുതിയ പാമ്പൻ റെയിൽ ബ്രിഡ്ജ്. ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 6 തീയതി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഇന്ത്യയിലെ ആദ്യത്തെ വേർട്ടിക്കൽ റെയിൽവേ ബ്രിഡ്ജ് ആയിരിക്കുള്ളൂ പാമ്പൻ റെയിൽ ബ്രിഡ്ജ്. ഡിഫൻസായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. DRDO ടെസ്റ്റ് ഫയർസ് വേർട്ടിക്കലി ലോഞ്ച്ഡ് സാം ഫോർ നേവി. നാവികസേനക്കായി DRDO ലംബമായി വിക്ഷേപിച്ച SAM പരീക്ഷിച്ചു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ഇന്ത്യൻ നേവിക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 26 ചാന്ദിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി പരീക്ഷിച്ച ഉപരിതല വായു മിസൈലിന്റെ പേരെന്താണ്? VLSR SAM, വേർട്ടിക്കലി ലോഞ്ച്ഡ് ഷോർട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. ഇതൊരു സർഫേസ് ടു എയർ മിസൈൽ ആണ്. വേർട്ടിക്കലി ലോഞ്ച്ഡ്, അതായത് ലംബമായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു സർഫേസ് ടു എയർ മിസൈൽ ആണ് VLSR SAM. ഇതിന് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയുള്ള പരീക്ഷണമായിരുന്നു മാർച്ച് 26 തീയതി. ലംബമായി വിക്ഷേപിക്കുന്ന ഹ്രസ്വദൂര ഉപരിതല ടു വായു മിസൈൽ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത സംഘടന ഏതാണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. DRDO ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ VLSR SAM എന്ന് പറയപ്പെടുന്ന സർഫേസ് ടു എയർ മിസൈൽ ഇത് വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. ലംബമായി വിക്ഷേപിക്കുന്ന ഹ്രസ്വദൂര ഉപരിതല വായു മിസൈലിന്റെ പരിധി എത്രയാണ്? 80 കിലോമീറ്റർ വരെ ദൂരപരിധി. 80 കിലോമീറ്റർ റേഞ്ച് ആണ്. അതായത് 80 കിലോമീറ്റർ റേഞ്ച് ആണ് ഈ പുതിയ മിസൈൽ, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് DRDO പരീക്ഷിച്ചിട്ടുള്ള മിസൈലിന്റെ റേഞ്ച് 80 കിലോമീറ്റർ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ്, ഇന്ത്യ ബിക്കംസ് ദി വേൾഡ് ടോപ്പ് മിൽക്ക് പ്രൊഡ്യൂസർ. ലോകത്തിലെ ഏറ്റവും മികച്ച പാൽ ഉൽപാദക രാഷ്ട്രമായി ഇന്ത്യ. ഏറ്റവും ലേറ്റസ്റ്റ് ആയ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 25 കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ പറഞ്ഞതനുസരിച്ച്
ഇന്ത്യയിലെ നിലവിലെ പാൽ ഉൽപാദനം എത്രയാണ്? 239 ദശലക്ഷം മെട്രിക് ടൺ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് കഴിഞ്ഞ മാർച്ച്, ഈ 2 ദിവസം മുമ്പ് യൂണിയൻ മിനിസ്റ്റർ രാജീവ് രഞ്ജൻ പറഞ്ഞനുസരിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണക്കാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ 239 ദശലക്ഷം മെട്രിക് ടൺ പാൽ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 239 മില്യൺ മെട്രിക് ടൺസ് MMT. ലോകത്തിലെ ഏറ്റവും മികച്ച പാൽ ഉൽപ്പാദക രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഇത് കഴിഞ്ഞാൽ പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പാകിസ്ഥാൻ, ചൈന, ബ്രസീൽ എന്നിവയിലുമാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഇന്നിപ്പോൾ 22% വേൾഡിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആണ്, ഇന്ത്യയുടെ സംഭാവനയാണ് പാൽ ഉൽപ്പാദനത്തിൽ. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പാൽ ഉൽപ്പാദന ലക്ഷ്യം എന്താണ്? 300 ദശലക്ഷം മെട്രിക് ടൺ. ഇന്നിപ്പോൾ ഇന്ത്യയിൽ 239 മില്യൺ മെട്രിക് ടൺ പാൽ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തൊരു 5 വർഷം കൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 300 മില്യൺ മെട്രിക് ടൺ പാൽ ആണ്. ഇന്ത്യയാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ പാൽ ഉൽപ്പാദന രാജ്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പാകിസ്ഥാൻ, ചൈന, ബ്രസീൽ എന്നിവയെല്ലാം. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നും നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കൂ, നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. ജഡ്സ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.